ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്ക് വീഴ്ചയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. എന്നാൽ നെടുമങ്ങാട് സിസേറിയനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയെന്നും അന്വേഷണ റിപ്പോർട്ട്. ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് വീഴ്ച എന്നുള്ളത്. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തത് ജീവനക്കാരുടെ കുറവ് കാരണമെന്നും ശസ്ത്രക്രിയ സമയത്തുണ്ടായിരുന്നത് ഒരു സ്ക്രബ് നേഴ്സ് മാത്രമാണെന്നുമാണ് വണ്ടാനത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. ഉഷ ജോസഫിന്റെ കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദയെയും പ്രതി ചേർക്കും. ഇനി നെടുമങ്ങാട്ടെ കേസെടുക്കുകയാണെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ച ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. പ്രസവ ശസ്ത്രക്രിയ നടത്തുന്നതിൽ ഡോക്ടർക്ക് കാലതാമസം ഉണ്ടായെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. എന്തായാലും ഇതിനെ രണ്ടിനെയും കുറിച്ചും വിശദമായി പറയാനായി നമുക്കൊപ്പം സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസയിലേക്കാണ്. സനിസ, രണ്ട് റിപ്പോർട്ടുകളും നമ്മൾ ഇന്ന് കണ്ടു. ഒരിടത്ത് വീഴ്ചയില്ല എന്ന് പറയുന്നു, മറ്റൊരിടത്ത് വീഴ്ചയുണ്ട് എന്ന് പറയുന്നു. ഈ ഉഷ ജോസഫിന്റെ സംഭവത്തിലാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ അതിനെതിരെ ഉയരുന്നുണ്ട്. ഇനി നെടുമങ്ങാട്ടത്തെ സംഭവമാണെങ്കിൽ ഡോക്ടർമാർ ഈ ഒരു റിപ്പോർട്ടിനെതിരെ അല്ലെങ്കിൽ നടപടി എടുത്തതിനെതിരെ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അത് പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ കാരണമാകുകയും ചെയ്യും. വലിയ ആശങ്കയുണ്ട് ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ട് റിപ്പോർട്ടുകളെ നമുക്ക് എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ സാധിക്കുക? അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സമരം, അവരുടെ തീരുമാനമൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിലെ കത്രിക കുടുങ്ങിയ സംഭവം എടുക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കാരണം ആ റിപ്പോർട്ടിൽ ഇത്തരത്തിലാണുള്ളത്. ഈ സർജൻ നോട്ട് കൃത്യമാണ്. ഈ സർജൻ നോട്ട് നഴ്സ് ഡോക്ടറെ വായിപ്പിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് തുന്നിക്കെട്ടിയത്, ഈ മുറിവ് തുന്നിക്കെട്ടിയത്, ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ഇതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഡോക്ടർ ഷാഹിദയ്ക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് കുറച്ചുകൂടെയെങ്കിലും പരോക്ഷമായി ബാധിക്കുന്നത് നഴ്സായിട്ടുള്ള ധന്യയ്ക്കാണ്. പക്ഷേ ധന്യയിലേക്കും പോകുന്നത് ഇത്തരത്തിൽ ആൾക്ഷാമം മൂലമാണ്. കോവിഡിന്റെ സമയമായിട്ട് സ്ക്രബ് നഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സർജറിക്ക് നേരിട്ട് സർജനെ സഹായിക്കുന്ന നഴ്സാണ് സ്ക്രബ് നഴ്സ്. അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ലോർ നഴ്സ് ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. സിസ്റ്റത്തിന് നേരെ ആൾക്ഷാമം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കത്രിക, ഈ സർജൻ നോട്ട് കൃത്യമാണെങ്കിൽ, സർജൻ നോട്ട് കൃത്യമായി വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കത്രിക എങ്ങനെ 5 വർഷക്കാലം ഉഷയുടെ വയറ്റിൽ കുടുങ്ങിക്കിടന്നു? ആ കത്രിക എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ എന്തോ ഒരു പിഴവ് നടന്നിട്ടുണ്ട്, എന്നാൽ അതിൽ വീഴ്ചയില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ആൾക്ഷാമം കാരണമാണ് ഇത്തരം ഒരു കാര്യം നടന്ന എന്ന നിലയിൽ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതേസമയം KGNAയുടെ ഭാരവാഹികൾ ഈ നഴ്സിനു വേണ്ടി, ധന്യയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. സർജൻ നോട്ട് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കും അതേ ഉത്തരവാദിത്തമുണ്ട്. ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈ ഒരു വീഴ്ചയിൽ, ഈ ഒരു ചികിത്സാ പിഴവിൽ വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന ഒരു പ്രതികരണമാണ് അത്തരം സംഘടനകളിൽ നിന്നുമൊക്കെ വന്നത്. ഇനി നമ്മൾ നെടുമങ്ങാടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ, ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നത് ഈ പ്രസവ ശസ്ത്രക്രിയ കുറച്ച് നേരത്തെ നടത്തേണ്ടതായിരുന്നു. മണിക്കൂറുകളോളമാണ് ലേബർ റൂമിൽ ഈ നിരഞ്ജനയെ നിർത്തിയത്. കൂടാതെ തന്നെ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായിരുന്നു, അത് മുന്നേ തന്നെ അറിയിക്കേണ്ടതായിരുന്നു. കാലതാമസം എടുത്തു. ഇത് ഗുരുതര വീഴ്ചയാണ്, ഇത് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ ഈ ഗുരുതര വീഴ്ചയുണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും KGMOA അടക്കമുള്ള സംഘടനകൾ ഈ ഡോക്ടറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെയും OP ബഹിഷ്കരിക്കും. മറ്റന്നാൾ മുതൽ ജില്ലയിലെ OPകളൊക്കെ ബഹിഷ്കരിക്കും. കൂടാതെ തന്നെ അവർ മറ്റ് ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആരോഗ്യ മേഖലയിലുള്ളവരുടെ സുരക്ഷ അടക്കം, ഈ പോലീസ് സന്നാഹം അടക്കം, ഒരു പോലീസിനെ ആശുപത്രിയിൽ നിയമിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ പ്രതിഷേധം. അത്തരത്തിൽ അവർ മുന്നേ ആവശ്യം ഉന്നയിച്ചിരുന്നു, എന്നാൽ സർക്കാർ ആ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. ആൾക്ഷാമം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്.
മറ്റന്നാൾ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാത്ത പക്ഷം സംസ്ഥാന വ്യാപകമായി OP ബഹിഷ്കരണം, അതുപോലെ തന്നെ ആറ്റുകാല പൊങ്കാലയ്ക്കുള്ള ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കും തുടങ്ങിയ ഭീഷണികളാണ് KGMOA അടക്കമുള്ള സംഘടനകൾ മുഴക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സസ്പെൻഷൻ പിൻവലിക്കണം. കൂടാതെ ഈ ഒരു നെടുമങ്ങാട് ആശുപത്രിയിലെ പ്രതിഷേധത്തിനിടെ സൂപ്രണ്ടിനെ ആക്രമിച്ചിരുന്നു, പ്രതിഷേധക്കാർ അതിക്രമം നടത്തിയിരുന്നു, അവരെ അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് ഇത്തരം ആരോഗ്യ സംഘടനകളിൽ നിന്നും വരുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് എന്താണ് എവിടെയാണ് പിഴയ്ക്കുന്നത്, ആൾക്ഷാമമാണോ, തസ്തികകൾ. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് KGMCTയും ഈ OP ബഹിഷ്കരണവുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. ഇത്തരത്തിൽ എല്ലാ സംഘടനകളും OP ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖല സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് പ്രശ്നം എന്നത് പരിഹരിക്കണം. ഈ 2 കേസുകളിലും ഇനി തുടർ നടപടി എങ്ങനെയായിരിക്കുമെന്ന് നോക്കണം. വണ്ടാനത്തെ കേസിലാണെങ്കിൽ വീഴ്ചയില്ലെന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും ഇനി നടപടി? സസ്പെൻഷൻ പിൻവലിക്കുമോ എന്നതൊരു ചോദ്യമാണ്. ഇവിടെ ഗുരുതര വീഴ്ചയുണ്ടെന്ന് പറയുന്നു. അവിടെ എന്ത് നടപടിയായിരിക്കും ഇനി ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുക എന്നതും തന്നെയാണ് സനീസ. ഈ 2 കേസുകളിലും എന്താണ് നടപടികൾ ഇനി സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒരിടത്ത് സസ്പെൻഷൻ പിൻവലിക്കുമോ, മറ്റൊരിടത്ത് ഈ ഡോക്ടർമാർ ഈ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൽ എങ്ങനെയാകും നടപടിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങളെല്ലാം കൃത്യവും വ്യക്തവുമായി തന്നെ അവതരിപ്പിച്ചു സനിസ. മറ്റ് വാർത്തകളിലേക്ക് കൂടി നമുക്ക്